സിനിമയിൽ പാടാനുള്ള ആഗ്രഹം എന്നിൽ ഉണർത്തിയത് എന്ന് ധൈര്യമായിട്ട് പറയാം. മാത്രമല്ല, അഗസ്റ്റിൻ ജോസഫ് സാർ, എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ, എൻ്റെ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ, അങ്ങനെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വളർന്നതാണ്. തൈക്കാട് അവിടെ ആയിരുന്നു താമസം. ഇപ്പോഴും എൻ്റെ ചെറിയ ഓർമ്മയിൽ എൻ്റെ ചേട്ടനും ദാസേട്ടനും നെയ്യാറ്റിൻകര സാറും എല്ലാം കച്ചേരി പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. ഒരുപാട് സന്തോഷം ദാസേട്ട. കാരണം വേറൊന്നുമല്ല, ഈ ശബ്ദത്തിനെ മറികടക്കാൻ വേണ്ടി ഒരു ശബ്ദം ഇന്ന് ഭൂമിയിലില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ദാസേട്ടൻ ഞാൻ സംഗീതം ചെയ്ത 3 ഗാനങ്ങൾ എനിക്ക് പാടി തന്നു. പിന്നെ ദാസേട്ടൻ്റെ കൂടെ ഒരുപാട് വേദികളിൽ ഷോ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ദാസേട്ടൻ ബിജു ഒക്കെ പങ്കെടുത്ത ഷോ ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് വേറെ ഭാഗ്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഞാൻ കരുതുന്നു. ദാസേട്ടന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ദാസേട്ടൻ്റെ കൂടെ വരുന്നത്. എനിക്ക് നടന്നുകൊണ്ട് എനിക്ക് ഓടണോ ഇരിക്കണോ അത്ര സന്തോഷമായി പോയി ദാസേട്ടൻ. കാരണം ദാസേട്ടൻ്റെ ശബ്ദം എന്നെ ഫോണിൽ വിളിക്കുക, എൻ്റെ ഇരിപ്പറ എനിക്ക് എന്തോ ഒരു ഭാഗ്യം വേണം, ഒരു രക്ഷയില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു ദാസേട്ടൻ്റെ പിറന്നാളാണ്. അച്ഛൻ പറഞ്ഞു പ്രത്യേകം എൻ്റെ അന്വേഷണവും ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബ ബന്ധമാണ് ഞങ്ങൾ ദാസേട്ടനും തമ്മിലുള്ളത്. അച്ഛൻ്റെ ഒരുപാട് പാട്ടുകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ദാസേട്ടൻ്റെ പാട്ടുകളിൽ എനിക്ക് പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പൂർവ്വജന്മ പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മൂക്ക പറഞ്ഞ പോലെ ഈ സാധാരണ ഭക്ഷണം കാണാപ്പാടം പഠിച്ചിട്ടാണ് പോകുന്നത്. കാണാപ്പാടം പഠിക്കാനൊന്നും രക്ഷയില്ല. കാരണം ഇവിടെ സാഹിത്യം ഒരുപാട് അറിയുന്ന ആൾക്കാർ എന്നാൽ ഒരു പാട്ട് പാടി രക്ഷപ്പെടാന്ന് വെച്ചാൽ പാട്ടുകാരുടെ സംസ്ഥാന സമ്മേളനമാണ്. ഒരു രക്ഷയില്ല. ഈ വേദിയിലല്ലാതെ എവിടെ വേണം പാടാം. അപ്പൊ അങ്ങനെ അഭിനയിച്ച് പറയാന്ന് വെച്ചാൽ മമ്മൂക്കയെ സിദ്ധിക്കുകയാണ്. അപ്പൊ അതിന്റെ രക്ഷയില്ല. അപ്പൊ അങ്ങനെ അത് കൊടുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല ദാസേട്ട, ഹൃദയത്തിൽ തൊട്ട് പറയുന്നു അങ്ങേക്ക് ആയുരാരോഗ്യ ശരീര സൗഖ്യം എന്നൊന്നും എക്കാലത്തും ഉണ്ടാക്കും. ഞങ്ങളൊക്കെ പോയാലും ദാസേട്ടൻ ഈ ഭൂമിയിൽ ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയേറെ ഞങ്ങൾ മലയാളികൾ ദാസേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സർ. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഞാൻ ദൂരെയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇരുന്ന് കൂടെ ഇരുന്ന് 2 വാക്ക് സംസാരിക്കാനും നിങ്ങളെല്ലാം കാണുവാനും ഇടയാക്കി തരണമെന്ന് അതിനും ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. ഇതിനൊക്കെ കാരണം നമ്മുടെ ജഗദീശ്വരൻ തന്നിട്ടുള്ള ബുദ്ധിയും ശാസ്ത്ര വളർച്ചയും ഒക്കെയാണ്. അതുകൊണ്ട് ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് ഇവിടെ വാസ്തവത്തിൽ 11:30 മണി രാത്രിയായി. എന്നാലും ഇത്രയും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പങ്കുചേരുവാൻ